ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിരണും വേലുവും രതീഷും കൂടി ആ ഒരു കർമ്മം അവിടെ നിർവഹിച്ചിരിക്കുകയാണ്. കാരണം ഈ ഗംഗാപ്രസാദിനെ ഒരു വലിയൊരു കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടി നേരെ കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ കല്യാണിയുടെ മുന്നിലേക്ക് പോകണം തന്നെയായിരുന്നു ഇവരുടെ ആഗ്രഹം. കാരണം ഒരു സംശയം വരാനായിട്ട് പാടില്ല. ഇതായിരുന്നു ഇവരുടെ ഒറ്റ ഉദ്ദേശം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയെയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരെയും കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നിയോ, ഏതായാലും കല്യാണം നടന്നല്ലോ, അത് തന്നെ മഹാസമാധാനമായി. പ്രകാശനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നത്. അല്ല, കിരണൊക്കെ എവിടെ പോയി? അവരെന്താ വരാതിരുന്നത്? എത്ര നേരമായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാകും. കാരണം ഈ ഗംഗാപ്രസാദിനെ പേടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഗംഗാപ്രസാദിൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. അവനെ പിടിച്ചോ ആവോ, അങ്ങനെയായിരുന്നെങ്കിൽ വാർത്ത എത്തിയാനേ ആയിരുന്നു. ഇപ്പം എന്ത് ചെയ്യാനാ, കിരണൊക്കെ വരട്ടെ. കല്യാണിയാണെങ്കിൽ ഓരോ ചോദ്യങ്ങളാണ്, കിരണേട്ടൻ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാലോ ഇട്ട് കിട്ടുന്നുമില്ല. ഇതെന്തൊരു കഷ്ടമാണാവോ. കല്യാണ സമയത്ത് പോലും അവർ മുന്നിലുണ്ടായിരുന്നില്ല. ഏതായാലും പ്രകാശിന് മകളുടെ കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നി എന്നൊക്കെ പറയാം. അപ്പോഴേക്കും നമ്മുടെ കിരണും ബാക്കിയുള്ളവരെല്ലാവരും കൂടി വരികയാണ്. അപ്പോൾ ഇവർ ഭയങ്കര സെറ്റപ്പിലേക്കാണ് വരുന്നത്. കാരണം ഡ്രസ്സൊക്കെ മാറി വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട്, വേറൊരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ അവൻ പഴയ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്, കുളിച്ചു മാറി വല്ലാത്തൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കണം, മക്കളെ നിങ്ങളിത് എങ്ങോട്ട് പോയതാ? കല്യാണം എത്ര നേരമെന്നറിയാവോ? കിരണെ നിന്നെ അന്വേഷിക്കുന്നു, എന്നിട്ട് എങ്ങോട്ട് പോയതാണ്? അത് പിന്നെ അറിയാലോ മുത്തശ്ശി, എനിക്കങ്ങനെ മാറി നിൽക്കാനായിട്ട് സാധിക്കില്ലല്ലോ. എനിക്ക് ഓരോ കാര്യങ്ങളുണ്ട്. ആ ഗംഗാപ്രസാദിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് മോൻ പറഞ്ഞ ശരി തന്നെയാണ്. ഇനിയിപ്പോൾ കല്യാണം നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു സുഖമായിട്ട് ജീവിക്കുമ്പോൾ അവളെ ജീവിപ്പിക്കാനായിട്ട് സമ്മതിക്കില്ല ഈ ഗംഗാപ്രസാദ്. ഇനി അവൻ എപ്പോഴാണ് എഴുന്നള്ളി വരുന്നതെന്ന് ആർക്ക് പറയാനായിട്ട് സാധിക്കും? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രതീഷ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അവനിനി ഈ ജന്മത്ത് വരാനായിട്ട് പോകുന്നില്ല, അവൻ്റെ ശല്യം ഒഴിഞ്ഞില്ലേ? തീട്ട മുത്തശ്ശി, ശല്യം ഒഴിഞ്ഞെന്നോ? എന്തൊക്കെയാ പറയുന്നത്? അതല്ല, അവനിതുവരെയും കല്യാണം നടന്ന കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയെങ്കിലും അവൻ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട മുത്തശ്ശി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അവൻ പോണെങ്കിൽ പോട്ടെ, അതായിരിക്കും നല്ലത്. സമാധാനത്തോടെ ആ പിള്ളേർക്ക് സ്വസ്ഥതത്തോടെ നല്ല ജീവിതം നയിക്കാനായിട്ട് സാധിക്കുമല്ലോ. പാവം എൻ്റെ കൊച്ചുമോളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാണ് നടന്നത്. അവള് കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അതിന് കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞതാ. ദിലീപിനെ പോലൊരു നല്ല പയ്യൻ കിട്ടിയതാണ് ആ പെൺകൊച്ചിൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്നൊക്കെ മുത്തശ്ശി പറയാണ്. പിന്നെ കിരൺ ചെല്ല്, കല്യാണം അന്വേഷിക്കുന്നുണ്ട്, ചെല്ല് എന്നാ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണാണെങ്കിൽ ശരി എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വേലുവാണെങ്കിൽ അതെ മുത്തശ്ശി, എനിക്ക് ഉടനെ തന്നെ പോകണം കേട്ടോ, ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം തീർന്നല്ലോ, അതുകൊണ്ട് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനും ഏതായാലും പോവാണ്. മുത്തശ്ശിയും പോവാണോ? അതെന്താ മുത്തശ്ശി പോകുന്നത്? മുത്തശ്ശിക്ക് ഇവിടെ തന്നെ ഇരുന്നൂടെ? ഇത് മുത്തശ്ശിയുടെ മക്കളും കൊച്ചുമക്കളൊക്കെ താമസിക്കുന്ന വീടല്ലേ? എന്നാലും മോനെ, ഞാനിവിടെ നിൽക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം കല്യാണിയുടെ ഔദാര്യത്തിൽ ജീവിക്കാനുള്ള ഒരു മേന്മയും എനിക്കില്ല. അതേപോലെ ദുഷ്ടത്തരങ്ങളാണ് ഞാൻ ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, പ്രകാശനും ആ കുട്ടിയോട് അത്രയും വലിയ തെറ്റുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കല്യാണിയുടെ ചിലവിനുള്ള കഴിയാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എൻ്റെ പൊന്നു മക്കളെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പാവം മരുമകളെ കൊലവിളിച്ചതല്ലേ ആ ഗംഗാപ്രസാദ്. അവന് ഇനി തീരാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല. ഞാനതുകൊണ്ട് ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാനായിട്ട് തയ്യാറല്ല. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഒരു വീട്ടിൽ പോയി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷമൊന്നും വേറൊന്നുമില്ല നമ്മളുടെ ചിലവിന്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മോനെ ഞാനിപ്പോഴും ജീവിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കല്യാണി മോളുടെ അടുത്തേക്ക് ഓടി വരും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അവരെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾക്കൊരു സഹായം ചെയ്തു തരുമ്പോൾ അതിനെ മുതലെടുക്കാനായിട്ട് പാടില്ലല്ലോ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ വേലിങ്ങനെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും മക്കൾ പോവുകയാണല്ലോ, ഞാനും അതിൻ്റെ ഒപ്പം ഇറങ്ങുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ വേലുവാണെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം തന്നെ നമ്മുടെ കിരണും അതേപോലെ തന്നെ രതീഷും വേലും കൂടി സംസാരിക്കുകയാണ്.
എടാ എന്നാലുവേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എത്ര പെട്ടെന്നാണ് ഗംഗാപ്രസാദ് മരിച്ചത്. അവൻ മരിച്ചെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവനെ കുഴിച്ചിട്ടത് നമ്മളും. പക്ഷെ എടാ, എൻ്റെ ഇടയിലൊന്നും അല്ല അവൻ മരിച്ചിരിക്കുന്നത്. അവൻ്റെ തലയുടെ പിന്നിലായിട്ട് നല്ല മുറിവുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സാറ് തന്നെയല്ലേ പറഞ്ഞത് അവൻ കല്ലിലിടിച്ചാ വീണതെന്ന്, അതുകൊണ്ട് തലയ്ക്ക് മുറിവ് പറ്റിയെന്ന്. ആ കല്ലും അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കല്ലിടിൽ തന്നെ ആയിരിക്കും. ഇല്ലടാ, കല്ലിലിടിച്ചാൽ കൂടിയും എടാ പൾസ് കാണേണ്ടതാണ്. ഞാൻ ആ സമയത്ത് പൾസ് നോക്കിയപ്പോൾ അവനൊരു തുള്ളി പൾസ് ഉണ്ടായില്ല. ആ സ്പോട്ടിൽ അവൻ മരിച്ചു വീണതാ ചെയ്തത്. അത് പിന്നെ സാറ് ചങ്കിനിട്ട് നോക്കി നല്ല അടിയല്ലേ കൊടുത്തത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആഘാതത്തിലും ആകാലോ. ഇല്ലടാ, അങ്ങനെ ഞാൻ ചങ്കിലിട്ട് ഇടിച്ചെന്ന് വിചാരിച്ച് പെട്ടെന്നൊന്നും മരണം സംഭവിക്കില്ല. എടാ, ഞാൻ ഇടിച്ചതിന് ശേഷമോ അവൻ എൻ്റെ കണ്ണിൽ മണ്ണ് വാരി ഇട്ടിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞവനാ. അവൻ അത്ര പെട്ടെന്ന് മരിച്ചു പോകുമോ? ഇല്ലടാ, എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് തന്നെ നടന്നിട്ടുണ്ടാ. ഇവിടെ എന്താ സംഭവിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറേ, എന്തെങ്കിലും ആവട്ടെ സാറേ, അവൻ്റെ ശല്യപ്പേതാലൊഴിഞ്ഞല്ലോ, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇവിടെ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും വേലുവാണെങ്കിൽ എനിക്ക് ഈ അമലുവിനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അമലുവിൻ്റെ അച്ഛനെ കൊന്നവനാണല്ലോ അവൻ. അപ്പം അവൻ ചത്തെന്നറിയുമ്പോൾ അമലുവിന് ഭയങ്കര സന്തോഷവും ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എടാ, അബദ്ധം കാണിച്ചേക്കല്ലേ എൻ്റെ പൊന്നു മോനെ. അമലുവിനോടൊന്നും പോയി സത്യങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ, പിന്നെ പണി പാളുവേ. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ അവനെ കൊണ്ട് കുഴിച്ചുമൂടിയിട്ടത്. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവുന്ന അവർ പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ. പക്ഷെ എന്നാലും നമ്മളുടെ വായിൽ നിന്ന് ഒരു തുള്ളി സത്യം പോലും പുറത്തേക്ക് വരാനായിട്ട് പാടില്ല എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം ആരോടും തുറന്നു പറയാനായിട്ട് പാടില്ലട്ടോ വേലു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല സാറേ, ഞാൻ ആ ഒരു ആവേശത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാനായിട്ട് പോകുന്നില്ലല്ലോ സാറേ. അങ്ങനെ വേണം. ഇതല്ല, അവൻ്റെ ശല്യം ഒഴിഞ്ഞല്ലോ. ഇനി അവർ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കട്ടെ. ഈ ഒരു കഥ ഇങ്ങനെ തന്നെ പോട്ടെ എന്നും പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിന്റെ കൂടെ വന്ന ആ 2 ഗുണ്ടകളെയാണ്. അപ്പൊ ഇവരാണെങ്കിൽ ദൈവമേ, അവനെന്താ വരാത്തത്, ഗംഗ എന്താ വരാത്തത്, ഇത് ഇത്ര നേരമായി, അവൻ ഇതുവരെ കണ്ടില്ലല്ലോ. അവന് ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോഴാ മനസ്സിലായത് അവൻ ഫോണിന്റെ ബാറ്ററി ഊരി വെച്ചിരിക്കുകയാണെന്ന്. പിന്നെ അവനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്കാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റുമോ? കയറി ചെല്ലാനും പറ്റില്ല. എടാ, ഇനി അവന് വല്ല ആപത്തും പറ്റിട്ടുണ്ടാവോ? എന്താ ആപത്ത് പറ്റാനായിട്ട്? അവനൊരു ആപത്തും പറ്റാനായിട്ട് പോകുന്നില്ല. അവൻ നല്ല സ്ട്രോങ് അല്ലേ. എടാ, കല്യാണം അവിടെ നടന്നു എന്നുള്ളൊരു ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇനി കല്യാണ പെണ്ണ് വല്ലതും തീർത്തിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ പോലീസും ആൾക്കാരും ബഹളം ഒക്കെ ഉണ്ടായാനായിരുന്നേ. ഇതൊന്നും അവിടെ നടന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു പോലീസുകാരോ അവിടെ ബഹളോ നമ്മൾ കേട്ടില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു മരണമൊന്നും നടന്നിട്ടില്ല, അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എവിടെ ഗംഗ? അവനെന്താ വരാത്തത്? നമ്മൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഗംഗയെ. ആ സമയത്ത് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലോ? രക്ഷപ്പെട്ട് ഏതെങ്കിലും വണ്ടി കയറി എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിലോ? എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമ്മളെ അവൻ വിളിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഗംഗ ഇനി ചത്തു മലർന്നോ എന്നൊക്കെ ചോദിക്കണം. ഒന്ന് പോടാ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടാകും. ആ ഒരു സംഭവം അവിടെ നടന്നിട്ടേയില്ല. അപ്പം ആ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കണ്ട. നമുക്ക് ഏതായാലും വിട്ടാലും ഇവിടെ നിന്ന്, നമ്മളിവിടെ നിന്നിട്ട് ആരും നമ്മളെ സംശയിക്കണ്ട. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ഇട്ടിൻ്റെ പണി കിട്ടും. പിന്നെ ചോദ്യമായി പറച്ചിലായി നമ്മളിട്ട് എല്ലാവരും കൂടി എടുത്ത് അടിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നിട്ട് ഗംഗയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? അവനെ വിളിക്കാനായിട്ട് വല്ല നിവൃത്തിയുണ്ടോ? അതുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയാം. അങ്ങനെ ഗംഗയെ കാണാത്തത് കൊണ്ട് ഈ ഗുണ്ടകൾ 2 പേരും അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. പിന്നീട് നമ്മുടെ കിരൺ റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറ്റി വേറൊരു ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. ആ സമയത്താണ് കല്യാണി വരുന്നത്. അപ്പോൾ കല്യാണി കിരണിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക്, കിരണേട്ടാ, ഇത് എവിടെയായിരുന്നു കിരണേട്ടാ? ഞാനേ എന്തോ ഒരു പ്രാവശ്യം വിളിച്ചു. ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ കിരണേട്ടൻ്റെ എവിടെ പോയി കിടക്കുകയായിരുന്നു? കല്യാണി, ഞാൻ പറഞ്ഞല്ലോ കല്യാണി, എന്താണ് കാരണമെന്ന്. ആ ഗംഗാപ്രസാദിനെ എനിക്ക് നോട്ടിടണ്ടേ? അവൻ എവിടെയെങ്കിലും കയറുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണ്ടേ? എൻ്റെ ഒരു ക്യാമറ കണ്ണ് പോലെ എല്ലായിടത്തും ചുറ്റി നടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ചടങ്ങുകൾ കൂടാനായിട്ട് പറ്റുമോ? ആ കെട്ടുന്ന സമയത്ത് പോലുമില്ല, ഒരു സദ്യ പോലും കഴിച്ചില്ല. ഇത് വല്ലാതെ കഷ്ടം കേട്ടോ. ഇപ്പം എന്താ
സദ്യ കഴിക്കാത്തതാണോ വലിയ മേന്? അവരുടെ കല്യാണം കഴിഞ്ഞില്ലേ, സന്തോഷമായില്ലേ കല്യാണിക്ക്? ആ, സന്തോഷമൊക്കെ ആയി, എന്നാലും അവൻ്റെ ഒരു ഭീഷണി ഇതുവരെ മാറിയിട്ടില്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞ് അവർ സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് ഗംഗാപ്രസാദ് വന്ന് അവരെ തീർക്കുന്നെങ്കിലോ? അവൻ്റെ ശല്യം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അവൻ്റെ ശല്യം ഉണ്ടാവാൻ പോകുന്നില്ലെന്നോ? അതെന്താ അവൻ്റെ ശല്യം ഇല്ലാതിരിക്കുന്നത്? അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, അവനേതായാലും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ കല്യാണി, അപ്പം അതുകൊണ്ട് അവൻ്റെ ശല്യം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് പോകിരണേട്ടാ, അവൻ എങ്ങനെയെങ്കിലും ഇത് മണത്തറിയും. കല്യാണം കഴിഞ്ഞെന്ന് ആരെങ്കിലുമൊക്കെ പറയാതിരിക്കോ? ഈ കാർത്തികേച്ചിയുടെ പിന്നാലെ തന്നെയല്ലേ ഗംഗാപ്രസാദ്. അപ്പൊ ഗംഗാപ്രസാദ് ആരെങ്കിലും വിട്ട് അന്വേഷിച്ചാലോ അവരെ കല്യാണം കഴിഞ്ഞെന്ന് മനസ്സിലാവില്ലേ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ. അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. കല്യാണി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കല്യാണി, നീ സമാധാനമായിട്ട് ഇരിക്കുക. പിന്നെ ചടങ്ങ് കൂടാത്തതിലൊന്നും നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് അടിപൊളിയായി, ഇനി ഒന്നും നോക്കണ്ട, സ്വസ്ഥം സമാധാനം. ആ ഒരു വിഷയേ നമ്മുടെ ഭാഗത്തുനിന്ന് വിട്ടേക്ക്. ആ ഒരു വിഷയം ഇനി സംസാരിക്കണ്ട. ഗംഗാപ്രസാദ് എവിടെയെങ്കിലും പോയി തൊലയട്ടേന്നേ, അതിനെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമേ ഇല്ല. ഇത് കഴിഞ്ഞപ്പോഴും കല്യാണിക്ക് സന്തോഷമൊക്കെ തോന്നുക. അങ്ങനെ കല്യാണിയോട്, കല്യാണി ഈ ഷർട്ടും കൂടി കൊണ്ടുവന്ന് അലക്കാനിട്ടേക്കട്ടോ. ശരി കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഷർട്ടും കൊണ്ട് ഇങ്ങനെ പോയി നമ്മുടെ കല്യാണം കുടയുകയാണ്. കുടഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു ചോരക്കറ. ഇതെന്താണിത്, ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ അത് ചോരക്കറയാണെന്ന് മനസ്സിലായി. അങ്ങനെ കല്യാണി നേരെ കിരണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, കിരണേട്ടാ എന്താ ഇതെന്താ ഷർട്ടിൽ ചോര? ഇത് കേട്ട കിരൺ അവിടെ നിന്ന് ഞെട്ടി ചാടി എണീക്കുകയാണ്. ചോരയോ? എന്ത് ചോര? അതേ ഇത് നോക്കിയേ, ഇതെന്താ ഷർട്ടിൽ ചോര എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ കല്യാണി, അത് പിന്നെ ചോരയല്ല കല്യാണി, ഇത് പെയിൻ്റാണ്. ആ ഓഡിറ്റോറിയത്തിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലായിരുന്നോ? ആ സമയത്ത് ആ ഭിത്തിയിൽ നിന്ന് അങ്ങോട്ട് പറ്റിയതാണ് ഈ പെയിൻറ്റ്. അയ്യേ, അതിനകത്ത് ചോരയൊന്നുമല്ല. ആണോ കിരണേട്ടാ? ഞാനൊരു നിമിഷം പേടിച്ചു പോയായിരുന്നു. ഇനി കിരണേട്ടൻ്റെ എവിടെ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നാണ് എനിക്ക് തോന്നിയത്. നീ പോയി അതുകൊണ്ട് അലക്ക്, പേടിക്കാനൊന്നുമില്ലേ കല്യാണി. ശരി കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആ ഷർട്ടും കൊണ്ട് പോവുകയാണ്. കല്യാണി ആ ഷർട്ടും കൊണ്ട് പോയപ്പോഴാണ് നമ്മുടെ കിരണ് ഒരു മനസ്സമാധാനമൊക്കെ വീണത്. അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ ദൈവമേ, രക്ഷപ്പെട്ടു എന്നുള്ളൊരു ഒറ്റ ചിന്തയോട് കൂടി തന്നെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കാർത്തികയെയും ദിലീപിനെയും കാണിക്കുകയാണ്. അപ്പം കാർത്തിക് കോള് വരികയാണത് അമ്മയുടെ കോളായിരുന്നു. അമ്മേ, എന്താ അമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, മോളവിടെ എത്തിയില്ലേ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എനിക്കിവിടെ എന്താ അമ്മേ കുഴപ്പം, ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ വിചാരിച്ചല്ലേ, ഇപ്പം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടല്ലേ ഈ കല്യാണം നടന്നത്. അമ്മയ്ക്ക് വളരെയേറെ സന്തോഷമായി. ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അമ്മേ, കല്യാണിക്ക് അതിൽ പേരെ സന്തോഷം. പിന്നെ മോളുടെ അച്ഛൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമായി മോളെ. പക്ഷെ അമ്മേ, ഇനിയിപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനി അവന് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ ഈ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അവൻ ഉറപ്പായിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെ വരും. മോളെ, ആ വിഷയമെല്ലാം വിട്ടേര്. കിരൺ ആ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അവൻ്റെ പിന്നാലെ തന്നെയല്ലേ കിരൺ? അല്ല, കിരൺ പിന്നെ വിളിച്ചില്ലല്ലോ, ഒരു കാര്യവും പറഞ്ഞുമില്ല. ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മോളുടെ കല്യാണം മുടക്കാനായിട്ട് നോക്കുമായിരുന്നല്ലോ. ഏതായാലും അമ്മയ്ക്ക് സന്തോഷമായി, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദിലീപാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമായല്ലേ? അമ്മയ്ക്ക് സന്തോഷമായി, എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഭർത്താവില്ലാതെ ആയി പോയില്ലേ, അച്ഛൻ മരിച്ചതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയുടെ മുഖമാകെ ഒന്ന് വാടുകയും, ഞാൻ കാരണമാണല്ലോ ദിലീപേട്ട അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും അച്ഛൻ ജീവനോടെ നിങ്ങളുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നല്ലോ. നീ സ്വയം പഴിക്കാതെ എൻ്റെ കാർത്തികയെ, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ്റെ വിധി അങ്ങനെയായിരുന്നു. അച്ഛനെ സ്ട്രെയിറ്റ് ഫോർവേഡായിരുന്നു. അച്ഛനില്ലാത്തൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് നിന്നെ ഞങ്ങൾ പഴിക്കൊന്നുമില്ല, വരേണ്ടതൊക്കെ വന്നു. പിന്നെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു നിന്നെ തന്നെ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിറവേറ്റിയെടുത്തു കാർത്തികേ. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് ടെൻഷൻ ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ആ ഗംഗാപ്രസാദ് വരികയില്ല. ഇനിയിപ്പോൾ ഗംഗാപ്രസാദിൻ്റെ കാര്യമൊന്നും പറയണ്ട. നമുക്ക് ഞാൻ ദിലീപേട്ടനോടൊരു കാര്യം പറയട്ടെ ദിലീപേട്ടന് എൻ്റെ കൂടെ ബിസിനസ്സിൽ നിന്നൂടെ? ദിലീപേട്ടനോട് മാനേജറായിട്ട് ഇരുന്നോളാനേ. ദിലീപേട്ടനപ്പോൾ ബിസിനസ് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഏതായാലും ബിസിനസ്സിൽ നിൻ്റെ ഒപ്പം പങ്കുചേരാം.
പക്ഷെ എനിക്ക് മാനേജറൊന്നും ആകണ്ട. ആ മാനേജറുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യ തന്നെ ഇരുന്നാൽ മതി. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.